അത് കലക്കിണ്ട്. ഇതെല്ലാം 350 250 രൂപ പീസ്. 250 രൂപയാ തമ്പാക്ക്. ഒരു ചെറിയ സീന് ഇവിടെ ഫുഡൊക്കെ പോയിട്ട് ചെറിയൊരു ബ്ലോക്ക്. വെൽക്കം ടു തഞ്ചാവൂർ. വി ആർ എക്സ്പ്ലോറിങ് തഞ്ചാവൂർ വൺ ഡേ. ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങി വേണ്ടിയിട്ടാണ്. ഇവിടെ അമൂലിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കണ്ടു. അവിടുത്തെ ഞങ്ങൾ പോയ കടയിൽ ചായ ഉണ്ടായിരുന്നില്ല. എന്താ വേണ്ട പറയാ, റിസ്ക് ആവൂട്ടാ. ഇവൻ കൊള്ളാം. ലുപ്പോ കുൾഫി. ഇതേതാ സ്ട്രോബെറിയോ? ഹൗ ഇസ് ഇറ്റ്? സ്ട്രോബെറി ഒക്കെ അരിഞ്ഞില്ലാണ്ടായിറങ്ങണല്ലോ. ഇതാണോ മറ്റേ കുൾഫിയുടെ സാധനം? ഇത് ചോക്കോബാർ അല്ലേ? മിൽമയുടെ ഔട്ട്ലെറ്റ് അല്ലേ? മിൽമയുടെ പ്രീമിയം ഐസ്ക്രീം ആണ്. അമൂലിന്റെ പ്രീമിയം സാധനം ഗോൾഡ്. 250 രൂപ പീസ്. 250 രൂപയാ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള. വേറെ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. ചോള രാജാക്കന്മാരിതാ ചെരുപ്പൊന്നും ഇല്ലാതെ പഴമയെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അവര് അങ്ങനെ നടക്കുള്ളൂ. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഏത് കാണിച്ചെടുത്തോ അത് റേറ്റ് ഓൺലി 100. ഇവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. നല്ലൊരു സണ്ണി ഡേ ആണെന്ന്. അപ്പോൾ ഞാൻ നടക്കാണ്. എല്ലാവരും ഉണ്ട്. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ആ രണ്ടുപേര് ചെരുപ്പ് മിസ്സിങ് ആയി. അതിലിപ്പോൾ ഞങ്ങളത് ചെറുതായി പാളി. അവർക്ക് അധികം നടക്കാനും പറ്റില്ല. അപ്പോൾ ചെരുപ്പ് പിടിക്കാൻ വേണ്ടി പോവാം. നോട്ടത്തിൽ പറഞ്ഞാൽ ചില സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ എന്നാലും ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് തഞ്ചാവൂർ. ഞങ്ങളൊരു ചെരുപ്പ് കട കണ്ടുപിടിച്ചു. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ ഇവിടെ ഒരുപാട് ചെരുപ്പൊക്കെ കണ്ടു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. നല്ല ചെരുപ്പ് സ്വപ്നങ്ങളിൽ മാത്രം. അയ്യോ മുണ്ട കാണണ്ടല്ലോ സീന്. ഒരു ചെറിയ സീന് ഇവിടെ ഫുഡൊക്കെ പോയിട്ട് ചെറിയൊരു ബ്ലോക്ക് വന്നിരിക്കുമ്പോൾ നാട്ടിലൊക്കെ വന്നിട്ട് ഇത്ര നല്ല വൃത്തിയുള്ളൊരു പുഴ കാണുന്നത്. റോഡിലെത്തി. പക്ഷെ ഇതെന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലായില്ല. ഇതൊരു ഹോസ്പിറ്റലാണ്. അതിൽ ബോർഡുണ്ട്. വേറെ ജംഗ്ഷനെത്തി ഇവിടുന്ന് തഞ്ചാവൂർ പാലസിക്കുള്ള ബോർഡ് കണ്ട് നേരെ സ്ട്രൈറ്റ് കുറച്ചും കൂടി ദൂരം നടക്കണം. പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു. സ്ട്രൈറ്റ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് മ്യൂസിയം വരുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. നിങ്ങൾ ബസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. നമ്മൾ പിന്നെ വേറെ വണ്ടിയൊന്നും എടുത്തില്ല. നടക്കാമെന്ന് വിചാരിച്ചു. പാലസിക്കുള്ള വഴി. ഇവിടുത്തെ വഴിയിൽ നിറയെ കടകളും ചെറുതായിട്ടും വലുതായിട്ടുള്ള ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂവൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അമ്പലങ്ങളൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങൾ കുറേ ഉണ്ട്. തമിഴ്നാട് അടിപൊളി കട. ഞങ്ങളുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലെത്തി. തഞ്ചാവൂർ പാലസ് ആൻഡ് ലൈബ്രറി. അപ്പോൾ വരവേൽക്കാനായിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ആനകളൊക്കെ നിർത്തിയിട്ടുണ്ട്. വഴിയിൽ അത്യാവശ്യം നല്ല പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളും കൂടി കാണട്ടെ വിചാരിച്ചു. ഇതാണ് വിജൃംഭിച്ച് കിടക്കുന്ന തഞ്ചാവൂർ കൊട്ടാരം. വെൽക്കം ടു പാലസ് ആൻഡ് ലൈബ്രറി. വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ നല്ല പ്ലേസസാണ്. ബൃഹദേശ്വര ടെമ്പിൾ നമ്മൾ കവർ ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ദിവസം പോരാപ്പോൾ അല്ലേ? അത് കലക്കിണ്ട്. തഞ്ചാവൂർ ബൊമ്മകളാണ് അല്ലേ? തഞ്ചാവൂരിലെ ഫേമസ് ആയിട്ടുള്ള തഞ്ചാവൂർ ബൊമ്മകളാണ്. ആണ് തഞ്ചാവൂർ ആർട്ട് ഗാലറി. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോസ് അലൗഡാണോ എന്നറിയില്ല. പോയി നോക്കാം. പിന്നെ അടുത്തത് ഇതാ ഈ ക്ലോക്ക് ടവർ. ഇതിൻ്റെ മുകളിലേക്ക് കയറണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എത്ര സ്റ്റെപ്പ് കയറണം ആവൂലേ? ബെൽ ടവറാണ്. ക്ലോക്ക് ടവർ അല്ല, ബെൽ ടവർ. ഇതാണ് ആർട്ട് ഗാലറിയുടെ ഉള്ളിലേക്കുള്ള വ്യൂ. മുകളിലൊരു അടിപൊളി കളറുള്ളൊരു ഗോപുരമൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലം തന്നെ. ചെറിയൊരു പൂന്തോട്ട സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് പേര് ഇവിടെ ഒരു നടരാജ ഹാള് കണ്ടിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ വിചാരിച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ നടരാജ ഹാളിൽ ഉണ്ടാവുക എന്നറിയില്ല. എടാ ചെരുപ്പ് വരണം തോന്നുന്നുണ്ടാ? ചെരുപ്പൊന്നും വരണ്ടേ? നടരാജൻ്റെ പല രൂപത്തിലും പല ഭാവങ്ങളുമാണ് ഇവിടെ ഉള്ളത്. പ്രതിഷ്ഠ. മൂന്നാമത്തെ ആളിതാ ഒരു ബന്ധമില്ലാതെ പോകും. നടരാജ 1 ആൻഡ് നടരാജ 2. പല പോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിയാൽ പോകും.
തൃശ്ശൂർ ഗടിയുണ്ട്, ആനപ്പുറത്തൊക്കെ കയറാൻ വേണ്ടി നിൽക്കാണ്. ഏതാ ആന? ഏതാ? തെച്ചിക്കോടാണല്ലേ? വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഇതാണ് തഞ്ചാവൂർ ആർട്ട് ഗാലറി. കറക്റ്റ് സെൻട്രലായിട്ട് രാജാ സർഫൂജിയുടെ ഒരു സ്തൂപുണ്ട്. മുകളിലത്തെ വ്യൂ ആണ് അടിപൊളി. കാലത്തെ കോയിൻസും കാര്യങ്ങളൊക്കെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഏതാ ഓട്ടക്കാലാണ്? അങ്ങനെ ഞങ്ങളത് കണ്ടുപിടിച്ചു. ഇതാണ് ആ ഓട്ടക്കാലാണ്. അമ്പലത്തിന്റെ ചെറിയ മിനിയേച്ചർ. ഒരു തിമിംഗലത്തിന്റെ ഒരു ബോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര വെയിലാണ്. പക്ഷെ ഇതാണ് ഇവിടുന്ന് ഉള്ളൊരു അടിപൊളിയായിട്ട് കാണാം. പക്ഷെ നല്ല വെയിലാണ്, അതുകൊണ്ട് മുകളിലേക്ക് നോക്കാൻ പറ്റില്ല. ഇനി ബെൽ ടവറിലേക്കും കൂടി പോകണം. അതിൻ്റെ മുകളിലേക്കും കൂടി കാരണം വലിയ ടാസ്ക്കാണ്. തഞ്ചാവൂർ വന്നപ്പോൾ ഒരുപാട് മലയാളികളെ കണ്ടു. അപ്പം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ സീസണാണ് തോന്നുന്നില്ലേ, നല്ല തിരക്കുണ്ട് എല്ലാ സ്ഥലത്തും. ഞങ്ങൾ പക്ഷേ ആദ്യമായിട്ട് വരുന്നത്, അതുകൊണ്ട് പിന്നെ അങ്ങനെ അറിയില്ല സീസണാണോ അല്ലേ തോന്നുന്നു. സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ എക്സ്കർഷന് വന്ന് കയറുന്ന സ്ഥലമാണിത്. ഈ ബെൽ ടവറിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള വഴി. ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. വഴി കഴിഞ്ഞോ? സോറി, പെട്ട് ഗൈസ്. ഇതല്ല വഴി. എടാ ഇതാ വഴി വേണം. കുട്ടികളൊക്കെ ചാടി കളിക്കുന്നുണ്ട്. ഡാൻസ് ചെയ്യാണ്. ബെൽ ടവറിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ഒരാളെ മാത്രം കാണാനില്ല. എല്ലാവരും നേരെ പോകുമ്പോൾ ഒരാൾ മാത്രം വ്യത്യസ്തനായിട്ട് നടന്നു പോകും. ആള് കുറച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണ്. വെയിൽ കൊള്ളും. ദർബാർ ഹാൾ മിസ് ചെയ്തു. അപ്പോൾ ദർബാർ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ദർബാർ ഹാളിലേക്കുള്ള എൻട്രൻസ്. ദർബാർ ഹാള് പറഞ്ഞാൽ പണ്ട് മറ്റേ സദസ്സിൽ കച്ചേരിയും ഡാൻസൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ? ആ, നമ്മൾ മേടിക്കണ്ടല്ലോ. ആ, ഇത് വിൽക്കണ സ്ഥലമാണല്ലേ? ഈ ചെറിയ തത്തമ്മയ്ക്കൊക്കെ വെറും 400 റുപ്യ ഉള്ളൂ. ഈ കാണുന്ന പുലി 150ൻ്റെ പുലി. തഞ്ചാവൂർ ബൊമ്മയുടെ വേറൊരു കളക്ഷൻ കൂടി കണ്ടു. പക്ഷെ ഇവിടുത്തെ റേറ്റ് ഒന്ന് പെയറിന് 300 രൂപയാണ്. സിംഗിൾ 1200 ഉള്ളൂ. 1200 ഉള്ളൂ എന്നാണ്. പെയർ 300. അവിടെ നമുക്ക് എത്ര പറഞ്ഞ പെയർ? 200. ഇവിടെ കൂടുതൽ. ദർബാർ ഹാളിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഫുള്ള് സെയിൽസിന്റെ ഒരു പരിപാടിയാണ്. ഒരു ഷോപ്പ് ഇട്ടിരിക്കുകയാണ്. ഇഫ് യു ഹാവ് മണി പ്ലസ് GST യു ക്യാൻ വിസിറ്റ് ദർബാർ ഹാൾ. വരുമ്പോഴത്തില്ല, അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ എടുക്കാം. പിന്നെ ഇവിടെ വീണ ഡോളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു 150 മീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും കൂടി പോകാൻ വിചാരിച്ചു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. പക്ഷെ ഞങ്ങൾ തളരില്ല, റെസ്റ്റ് എടുക്കില്ല, നേരെ പോകണം. തഞ്ചാവൂർ ഒരു മാർക്കറ്റിൻ്റെ സൈഡിലാണ്. ഇവിടെയാണ് വീണയൊക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞത്. സ്ഥലം മാറിപ്പോയോ? മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. എടാ ഇത് മാർക്കറ്റല്ലേ? ഇവിടെ വീണ ഉണ്ടാക്കണതൊന്നും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ വീണയൊന്നും കാണാൻ പറ്റുമെന്ന് അറിയില്ല. 50 മീറ്റർ നടക്കണതിന് പകരം ഒരു 1500 മീറ്റർ ആയിട്ടുണ്ട്. ഒരു 1.5 കിലോമീറ്റർ ഏകദേശം കവർ ചെയ്തു. എന്നിട്ട് എത്തിയിട്ടില്ല. വഴിയുടെ കാര്യത്തിൽ ചെറിയൊരു ഫോൾട്ട് പറ്റി. ഞങ്ങളുടെ ഫ്രണ്ടിൽ നടക്കുന്ന 2 പേരുണ്ട്. അവരാണിപ്പോൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. വീണ ഉണ്ടാക്കണത് കാണാൻ വേറൊരു സ്വപ്നമാവും എന്നാണ് തോന്നുന്നത്. കാരണം നല്ല വെയിലാണ്. ഇനി നടക്കാൻ വയ്യ. ഇനി എന്തെങ്കിലും കഴിക്കാൻ പോവാണ്. ഇതാണ് രാജാവിലെ. ഇതെല്ലാം 350. ഇത് ഒരു 4 പീസത്തെ കമ്മിയാവും. അവസാനം ഞങ്ങൾ ആ സ്ഥലം കണ്ടുപിടിച്ചു. വളരെ യാദൃശ്ചികമായിട്ടൊരു ഷോപ്പിൽ കയറിയത്. അപ്പോഴാണ് ഇവിടെ വീണ ഉണ്ടാക്കുന്ന സ്പോട്ട്. പാലക്കാട് സംഗീത് മഹല പാലക്കാടിലില്ലല്ലോ. ഇല്ല. ഏത്? ഓ, പാലക്കാടിലെല്ലാം എക്സ്പോർട്ട് ചെയ്യണല്ലേ? ആ, ഓ, ഇത് വീണ എന്താ റേറ്റ് എങ്ങനെയാ? അപ്പോൾ 35K. ഓ, ഇതെല്ലാ വർക്കും ഇങ്ങതാ പണ്ണുங்க? ஆமாம்.
ഇത് സീപ്പിലെ പിടിക്കുന്ന ഓക്കെ ഇത് മരത്തിലെ പിടിക്കുന്ന ഓക്കെ ഓ ഇത് മരത്തിലല്ലേ മരത്തിലെ ഓക്കെ 3 പീസാണല്ലേ ഇത് ഊട്ടത്തടി എത്തിസം അസ്ഥലത്തിൽ സൗണ്ട് വ്യത്യാസം ആ സൗണ്ട് വ്യത്യാസം ഫുൾ കിറ്റ് 3 സമയം 3 സമയം ഇവിടെ വെച്ചിന് ശാസ്ത്രീയ മൈ അങ്ങനെ കണ്ടില്ലേ നല്ല സാധനമാണ് ഫിനിഷ് ചെയ്തല്ലേ അത് പോളിഷ്ഡ് ഐറ്റം നീങ്ങിരിക്കേ ആ നീങ്ങിരിക്കേ അത് അവിടെ ഇരിക്കുന്നുണ്ട് ആ അങ്ങനെയാണ് വീണ പിടിക്കല്ലേ പാടാനറിയോ ക്യാൻ യു സിംഗ് എ സോങ് സൗണ്ട് ചെറുതായിട്ട് വരുന്നുണ്ട് അവിടെ ടച്ച് ചെയ്യും തോന്നിയ പോലെയല്ല കൈ ലൂസാക്ക് ടൈറ്റ് ആക്കല്ലേ അവിടെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതിൽ ബാക്ക് ചേസ് ഇത് മീറ്റ് അല്ല മീറ്റിംഗ് മീറ്റ് പഠിച്ചാ അടുത്ത ഭജനയ്ക്ക് നമുക്ക് ഇറക്കാല്ലേ അതിൽ ദിവസം ചെയ്യാട്ടോ അനുഭവം ഉണ്ട് കൊമ്പപ്പെടുന്ന് കൊണ്ടുകൊടുക്കല്ലേ അതിലൊക്കെ ഇങ്ങനെ അറക്കിയാൽ മതി ഇങ്ങനെ അറക്കിയാൽ രാഹുൽ ചേപ്പളയ്ക്കും വീണൊക്കെ ഫുള്ളായി പഠിച്ചു ഇനി PWDയുടെ വർക്കൊക്കെ കളയാണ് വീണ ഇനി ഇതാണ് വീണാത്ത് ഇൻ തഞ്ചാവൂർ സോ അവർക്കൊരു ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങാണ് ഞങ്ങൾ അവിടുന്ന് അപ്പൊ നടക്കാല്ലേ ഇനി ഫുഡ് കഴിക്കാൻ പോവാ അപ്പൊ എല്ലാരും വീണൊക്കെ വായിച്ച് അപ്പൊ അങ്ങനെ ഇറങ്ങാണ് വീണയുടെ വേദന മാറിയോ ആർക്കും വേദന കിട്ടിയത് വഴി പറഞ്ഞു കൊടുക്കണല്ലേ ഈ ഒരു ഹോട്ടലാണ് ഞങ്ങൾ വന്നത് അങ്ങനെ നടന്ന് വീണ്ടും ഞങ്ങളൊരു ഹോട്ടലിലെത്തി ടേവേഴ്സ് റെസ്റ്റോറൻറ്റ് നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട് കടയിൽ എല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് വന്നു ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് മെനുവിന് മാത്രം കുറച്ച് കനം കൂടുതൽ ഇതാണ് ബിരിയാണി ദിസ് ഈസ് ബിരിയാണി പാക്കേജ് പക്ഷെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയാൽ നമ്മൾ കിട്ടിയത് കഴിക്കണം അതുകൊണ്ട് ബിരിയാണിനെ ഓർഡർ ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ചിക്കൻ ബിരിയാണി എത്തി ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി അപ്പോൾ തിരിച്ചുള്ള ജേണിക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണ് ജനശതാബ്ദി ഉണ്ട് അതൊന്ന് പോയി നോക്കട്ടെ ജനശതാബ്ദിക്ക് ടിക്കറ്റ് എടുത്തു മഞ്ഞമ്പടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ കോയമ്പത്തൂർക്ക് വെച്ച് പിടിക്കാം തമ്പാക്ക് എവിടെ വേണ്ട ശരിക്കും തമ്പാക്ക് ആയിരിക്കും ആ മതി ചോളാകെ പോണ് എന്താണ് പറയ് നന്നായിട്ട് കുറച്ച് വെയിൽ മാത്രം അല്ലെങ്കിൽ അടിപൊളിയാണ് വെയിൽ മാത്രമേ കുഴപ്പമുള്ളൂ അല്ലേ ആ ട്രിപ്പ് എങ്ങനെയുണ്ട് തഞ്ചാവൂർ ട്രിപ്പിനെ കുറിച്ച് എന്താ പറയുന്നത് എല്ലാവർക്കും അറിയാൻ ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫുഡ് മാത്രം പാക്ക് ചെയ്തുകൊണ്ടിരാ അപ്പൊ ട്രിപ്പ് ഉഷാറാവൂല്ലേ ചെരുപ്പ് എല്ലാവരും നോക്കണ്ട അതൊരു ഇമ്പോർട്ടന്റ് ചെരുപ്പ് വാങ്ങേണ്ടി വരും ഒരേപോലത്തെ ചെരുപ്പ് ചെക്കന്മാര് വരുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് ജനശതാബ്ദി എത്തിയിരിക്കുന്നു ബൈ ബൈ ഗൈസ് എല്ലാവർക്കും ടാറ്റ